1999 വിജയ് മല്യ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണം എവിടെ പോയി? ഒരിക്കൽ പൊതിഞ്ഞ സ്വർണത്തിന് മുകളിൽ സ്വർണം പൂശാൻ കഴിയില്ല എന്ന് ശില്പി മഹേഷ് പണിക്കർ പറയുന്നു. അങ്ങനെയെങ്കിൽ 2019 ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളുടെ പാളിയിൽ എങ്ങനെ സ്വർണം പൂശി? ചെന്നൈയിലേക്ക് കൊണ്ടുപോകും വഴി യഥാർത്ഥ സ്വർണം പൊതിഞ്ഞ പാളി മാറ്റിയതാണോ? പകരം മറ്റൊരു ചെമ്പുപാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് സ്ഥാപനത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചതാണോ? സ്വർണം അതിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഇത് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. അതായത് ആ ശില്പം മൊത്തത്തിൽ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു ആ ശില്പത്തിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ട് ആ മോൾഡിൽ അവർ പൊതിഞ്ഞതാണ് അല്ലെ പ്ലേറ്റ് ചെയ്താണ് തിരിച്ചു കൊണ്ട് വെച്ചിരിക്കുന്നത്. ഒറിജിനൽ ഇവിടെ വിജയ് മല്യ അദ്ദേഹം പൂശിയ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ഫ്രണ്ടിലെ ധാരപാലകരായിട്ടുള്ള കടുത്തസ്വാമിയുടെയും കറുത്തസ്വാമിയുടെയും ദേഹത്ത് ആവരണമായിട്ടിരുന്ന 20 കൊല്ലത്തെ പവിത്രതയുള്ള ഈ രൂപങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. ആ രൂപങ്ങളല്ല തിരികെ വന്നിരിക്കുന്നത്, വേറെ ഒരെണ്ണമാണ്, അത് ഉറപ്പാണ്. 1999 സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ മേൽക്കൂരയ്ക്കും മറ്റു ഭാഗങ്ങൾക്കും 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും മങ്ങലില്ല. പിന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൊതിഞ്ഞ ഭാഗത്തിന് മാത്രം എങ്ങനെ മങ്ങൽ വരും? മങ്ങണമെങ്കിൽ അത് ആദ്യം മങ്ങേണ്ടത് ആ റൂഫിലുള്ളതാണ്. കാര്യം വെയിലും മഴയും ഈ കാലത്തെ എല്ലാ കാലാവസ്ഥയെ അതിജീവിക്കുന്ന അതാണ്. അതിപ്പോഴും നിൽക്കുന്നുണ്ട്. 27-28 കൊല്ലമായിട്ട് അതിപ്പോഴും നിൽക്കുന്നത്. അവിടെ ഒന്നും മങ്ങലില്ല. ബാക്കി ഒരു ഭാഗത്ത് ഈ മങ്ങൽ കാണുന്നില്ല. ഈ ശില്പത്തിൽ ധാരപാല ശില്പത്തിൽ മാത്രമാണ് ഇവർ മങ്ങിയതെന്ന് പറയുന്നത്. അങ്ങനെ മങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ബോധപൂർവം ഈ ഒരു സാധനം അടിച്ചുകൊണ്ട് പോകാനായിട്ട് അവർ മങ്ങിപ്പിച്ചതാണ്. പ്രത്യേകതരം കെമിക്കലുകൾ, അത് നാരങ്ങ നീരോ അല്ലെങ്കിൽ പുളിയോ അല്ലെങ്കിൽ മെർക്കുറിയോ അങ്ങനത്തെ പലതരം സാധനങ്ങളുണ്ട്. അത് അതിൻ്റെ പുരട്ടിക്കഴിഞ്ഞാൽ അത് മങ്ങും. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയാൽ മാത്രമേ സ്വർണം പൂശാൻ കഴിയുകയുള്ളൂ. സന്നിധാനത്ത് വെച്ച് ഈ പ്രവൃത്തി നടത്താൻ കഴിയില്ലേ? പുറത്ത് ഒരു കാലത്തും പുറത്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഈ ടെക്നോളജി, ഈ സാങ്കേതികത എല്ലാം അവിടെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് അവിടെ ചെയ്യാവുന്നത്. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. സ്വർണം പൂശാന്ന് പറഞ്ഞാൽ ഫോയിലിംഗ് ഒക്കെ ഒരു ചെറിയ റൂം നമുക്ക് സേഫ്റ്റി ആയിട്ടുള്ള റൂം കിട്ടണമെന്നുള്ള അല്ലാണ്ട് ഇതിനകത്ത് മറ്റ് അവിടെയാണ് ഈ സീസൺ അല്ലാത്ത സമയത്താണ് ഈ പണികളൊക്കെ നടക്കുന്നത്. അപ്പം ഫുൾ ഒരുപാട് സ്ഥലങ്ങൾ, സ്ഥല സൗകര്യങ്ങൾ, ഒരു പ്രശ്നവും ഉദ്യോഗസ്ഥരുടെ ഇത് CCTV അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഇത്. അവിടെ നമ്മളിപ്പോഴും പ്രവർത്തനം നടക്കുന്നതെല്ലാം ഓപ്പണായിട്ടാണ്. അവിടെ നമ്മൾ അവിടുന്ന് സാധനങ്ങൾ, മെറ്റീരിയൽസ്, ആവശ്യമുള്ള മെറ്റീരിയൽസ് അവിടെ എത്തിക്കുക, അവിടെ വെച്ച് പണിയുക, അവിടെ തന്നെ ഫിറ്റ് ചെയ്യുക, അവിടെ നിന്ന് പോവുക. അല്ലാണ്ട് ഇത് കൊണ്ട് ഓരോരുത്തരുടെ വീടുകളിൽ വെക്കേണ്ട സംഭവം അല്ല അത്. 1999 സ്വർണം പൊതിഞ്ഞ പാളി 2019 ആയപ്പോൾ എങ്ങനെ ചെമ്പുപാളിയായി? സ്വർണം എവിടെ പോയി? ആര് സ്വർണം മാറ്റി? എവിടെ വെച്ചാണ് സ്വർണം പൊതിഞ്ഞ പാളികൾക്ക് സമാന രീതിയിൽ ചെമ്പുപാളി നിർമ്മിച്ചത്? ഇതിനെല്ലാം ഇനി ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എങ്ങനെയും ഈ അയ്യപ്പൻ്റെ നഷ്ടപ്പെട്ട മുതൽ അവിടെ തിരിച്ചു വരണം. അതല്ല ഈ ഇരിക്കുന്നത്. ഇപ്പോൾ ഉള്ള സാധനം അതല്ല, ഉറപ്പായിട്ടും അതല്ല. 1952 മഹേഷ് പണിക്കരുടെ മുത്തശ്ശൻ അയ്യപ്പ പണിക്കരും അയ്യപ്പ പണിക്കരുടെ സഹോദരൻ നീലകണ്ഠ പണിക്കരും ചേർന്നാണ് സന്നിധാനത്തെ സ്വാമി അയ്യപ്പന്റെ പഞ്ചലോക വിഗ്രഹം നിർമ്മിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.